പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥിതനാം നാഥാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം പിതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാൽ എന്നാളേക്കും രാജ്യം, ശക്തി, മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സകലത്തിനെയും നാഥായിലേക്കും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാൻ ഈ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അർഹനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. അവരൊരു നാളും കഴിവില്ലേ അവനിൽ രക്ഷ നിനക്കേകാൻ. ആത്മാവ് ഒരു നാൾ വെടിയുമ്പോൾ മണ്ണോടവനും ചേരുന്നു. ആ ദിനം അവരുടെ ചിന്തകളും ശൂന്യത തന്നിലമർന്നിടും. യാക്കോബിൻ പ്രിയ ദൈവത്തിൻ തുണയുള്ളവരോ സൗഭാഗ്യം. ഞങ്ങൾ കാവാടിയുമേ ഞങ്ങളുടെ പൂർവ്വികരിലൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായിലേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിരു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവേ, സുഖമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തെയും നാഥായിലേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ. സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ഞങ്ങൾ കാവാടിയുമേ ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകല
നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുന്നു. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ വായന എഴുതി ഇളം പൈനങ്ങളെ പോലെ അറിയിക്കുകയും കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാൽ സജീവശരിയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടതുമായ അമൂല്യശരിയാണ് അവൻ. നിങ്ങൾ സജീവശിലവർക്കുമുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ജീവന്റെ സ്വീകാര്യമായ ബലികളർപ്പിക്കുന്നതിന് ഇഷ്ടമായ ഒരു മുഴുവനജലവും വാങ്ങുകയും ചെയ്യട്ടെ. പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മുതൽക്കട്ടെ. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും തെറ്റിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവരുടെ പണിക്കാർ വീഴ്ച വളരരുത് മൂലത്തിലായി തീർന്നിരിക്കുന്നു. അത് അവർക്ക് തട്ടിവീഴുന്നവരും ഇടർച്ചയ്ക്കുള്ള ഭാഗമായിരിക്കും. എന്നാൽ വചനത്തെ ധിക്കരിക്കുന്നവർ തിരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടിവീഴുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജീയ വിരോധികളും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്നതിന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവരെ ഞങ്ങൾ പ്രകീർത്തിക്കണം. മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരിക്കുന്നില്ല, ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഈശ്വരന്റെ പ്രാവശ്യശിഖായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. നല്ല ഇടയനായ ഈശോയുടെ സ്വരം ശ്രമിച്ച് അവിടുത്തെ അനുഗമിക്കുന്നവരാകുക. യേശു വീണ്ടും പറഞ്ഞു, സത്യസത്യമായ ഞങ്ങളുടെ വായിൽ ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആളുകൾ അവരെ ശ്രമിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നോട് പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് കടന്നു വരികയും പുറത്തു പോവുകയും മേശിച്ചവൻ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ഇടയനല്ലാത്തവരും ആടുകൾ സ്വന്തമല്ലാത്തവരുമായ പുള്ളിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ട് ആടിനെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രമിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയിലുമാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസം പ്രതീക്ഷപ്പെടുന്ന കർത്താവേ, ഞങ്ങളെ അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യത്തിൽ അവകാശികളാവുകയും മരണവഴി വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സകലം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യശ്വാസമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. വിശുദ്ധാരുടെ വിടാറുകളെ കുറിച്ച് പരിശോധനകൾ ബോധിക്കുവാൻ കാരണമുണ്ടാകണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഉദ്വാനം പ്രദേശ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ വിശുദ്ധാരുടെ പങ്കുകാരാക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. വിശുദ്ധാര ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരെ മരണം പ്രാപിച്ചവരുമായ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ,
സമാധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന്
ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ, ബലവാനാം ദൈവം പരിശുദ്ധൻ. നാഥാവിൻ കീർത്തനഗീതികളാൽ നിറയുന്നു വിണ്ണും ഭൂതലവും. ഉന്നതവീതിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടാം. ഹോശാന, 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 കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ ഭക്തനേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആഹാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മർത്യനെ തേടിയണഞ്ഞവനെ, മർത്യനു മുക്തി പകർന്നവനെ, അൽത്താരയിൽ ഞങ്ങളോർക്കുന്നു. കുരിശും നിൻ മരണവും ഉത്ഥാനവും. ദേശത്തിന് തുല്യരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഈ കയ്യിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യതയെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധനയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിലുള്ളവരെ പ്രത്യാശയ്ക്കും അങ്ങേ പിടിപ്പെടുത്തിയ എല്ലാവരുടെ മതിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ അമോഘമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും
ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നൂഴിൽ വന്നു ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്കു ഭോജ്യമായി തീർന്നു. സ്നേഹമാർന്നീ ദിവ്യഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ശരീരപരമായ ശരീരത്തോടെ സമീപിക്കാം. അന്തർഗതമാകുന്ന ശരണത്തോടെ അപരാധങ്ങൾ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ പ്രശംസിച്ചുകൊണ്ടും സമൂഹത്തിന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും ധൈര്യത്തോടെ ക്രമേയും പാപവും വിചാരിക്കുകയും ചെയ്യാം. മനസ്സാകുമൂനാഥ സുഖമാക്കുവാൻ ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭാരത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ
അനാഥരല്ല, ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ. അനാഥരല്ല, ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ. വിശ്വാസത്തിൽ ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നാഥാ. വിശ്വാസത്തിൽ ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നാഥാ. കൃപ ചൊരിയണമേ നാഥാ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യതയെന്നും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യഭോജനങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായനേക്കും പ്രത്യാശയായ മിശിഹായേ, സുഖവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധമായ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായനേക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം മിശിഹായേ, ശാശ്വത ജീവൻ ഉറവിടമേ, നിൻ തിരുനാമം മഹനീയം. നിങ്ങളുടെ രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാവരും പാരിൽ മൃത്യു വരിച്ചാലും ജീവിച്ചിടും സ്വർഗത്തിൽ. അവരുടെ സ്മരണയുണർത്തിടുമേ, ബലിയിൽ ചേർന്നവരാം നിങ്ങൾ. സ്വർഗോന്മുഖരായി ജീവിക്കാൻ കൃപയാലെന്നും